ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ബിറ്റ്കോയിൻ ഇടപാടുകളും പരിശോധിക്കുന്നു. ഹൈറിച്ച് ഉടമ KD പ്രതാപന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് പ്രതികൾ താമസിച്ചിരുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇതെന്നാണ് EDയുടെ നിഗമനം. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ ബിറ്റ്കോയിൻ ഇടപാടുകൾ കൂടി പരിശോധിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അതിന്റെ വ്യാപ്തി വർദ്ധിക്കാനല്ലേ സാധ്യത? എന്തൊക്കെ കണ്ടെത്തലുകളാണ് നിലവിൽ ED നടത്തിയിരിക്കുന്നത്? അത്തരത്തിൽ തന്നെയാണ് പ്രവിധ വലിയ ഒരു തട്ടിപ്പ് എന്നുള്ളത് തന്നെയാണ് EDയും വിലയിരുത്തുന്നത്. 3000 പേരിൽ നിന്നായി 5 ലക്ഷം രൂപ വീതം സ്വരൂപിച്ച് 150 കോടി രൂപ ഈ ഇടപാടുകൾ അതായത് ഇടപാടുകളായി ശേഖരിച്ചു എന്നുള്ളതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 100 കോടി രൂപയാണ് ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയത്. ഇത് രണ്ടും സംബന്ധിച്ചാണ് ED അന്വേഷണം നടക്കുന്നത്. അങ്ങനെ ED ഇന്ന് ഇത് സംബന്ധിച്ച രേഖകൾ കണ്ടെത്തുന്നതിനും കൂടുതൽ പരിശോധനയ്ക്കുമായി ഇവരുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും എത്തുന്ന ഒരു സാഹചര്യമുണ്ട് റെയ്ഡുമായി. ആ സമയത്ത് ഇതിന്റെ ഉടമയായിട്ട് KD പ്രതാപനും അതുപോലെ തന്നെ ഭാര്യ ശ്രീനയും ഡ്രൈവറും അടക്കം ഇവിടെ നിന്ന് ഈ വിവരം രഹസ്യമായി ചോർന്നു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കടന്നു കളയുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഇവർ താമസിച്ചിരുന്ന വീടിന്റെ രേഖകളടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയുണ്ടായി. അതിൽ നിന്നാണ് ഈ പിതാവിന്റെ പേരിലാണ് ഈ വീടെല്ലാം എടുത്തിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുമ്പും ഇവർ താമസിച്ചിരുന്ന വീടുകളാകട്ടെ അതെല്ലാം തന്നെ പിതാവിന്റെ പേരിലാണ് ഉള്ളത്. അത് ബോധപൂർവം ഇവർ ഈ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ പിതാവിന്റെ പേരിൽ വീട് വാടകയ്ക്കെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആദ്യം എത്തുന്നത് ഇവരുടെ ഓഫീസിലേക്കായിരുന്നു. ഓഫീസിലേക്ക് എത്തിയ സമയം തന്നെ വീട്ടിലുണ്ടായിരുന്ന ഇവർക്ക് ഈ വിവരം ചോർന്നു കിട്ടുന്നു. അടുത്ത സംഘം ഈ വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് ഇവരുടെ ജീപ്പിൽ കടന്നു കളയുകയായിരുന്നു. എന്തായാലും ലോക്കൽ പോലീസിന്റെ സഹായത്തോടു കൂടി ഇവരെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം ഇപ്പോൾ നിലവിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UK ആസ്ഥാനമായിക്കൊണ്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇവർ വിദേശത്ത് ഇടപാടുകൾ നടത്തിയിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചു വരികയാണ്. ഈ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപിപ്പിക്കുന്നു എന്നുകൂടി ഇവർക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇപ്പോൾ ഈ ഒളിവിൽ പോയത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വ്യക്തമാക്കുന്നത്. പ്രവിധ, ശരി. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ബിറ്റ്കോയിൻ ഇടപാടുകളും ED പരിശോധിക്കുകയാണ്. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് EDയും കരുതുന്നത്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.